ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്ന ടൈമിൽ അവിടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സ്റ്റേക്കേഷന് പോയപ്പോൾ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സായ UK എന്നുള്ള അപ്പുവും അഞ്ചും പിന്നെ നമ്മുടെ കൂടെ ദുബായിലുള്ള നമ്മുടെ വിച്ചും ഷർമിയും ഒക്കെ ഒരേ ടൈമിൽ നമ്മളെല്ലാവരും നാട്ടിൽ വെക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. പിന്നെ അപ്പു ഈയിടെ ദുബായിൽ വന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി മീറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അഞ്ജുവിനെ കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നന്നു ആണെങ്കിലും ഷർമിയുടെ കൊച്ച് സിത്താരയാണെങ്കിലും അവർ ജനിച്ചിട്ട് അവൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അവൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. കെട്ടിപ്പിടിക്കാൻ പോകും. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടുന്ന് ലഞ്ച് കഴിക്കാനായിട്ട് ചീഞ്ഞോല എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ കയറിയത്. ഓക്കെ ബൈ ആയില്ല, ഞാൻ പറയാം. എന്തെങ്കിലും പറയണ്ടോ ദിവ്യ? പറ, ഇതെവിടെയാ ഫുഡ് കഴിക്കണേ? എങ്ങനെയുണ്ട് ഫുഡ്? കാണിച്ചിരാം. ഇങ്ങനെ കുഴക്കുക, എന്നിട്ട് ഇത് എടുക്കുക, രണ്ട് സബോള ഇങ്ങനെ ചേർക്കുക. സൂപ്പറാ. എങ്ങനെയുണ്ട് വിച്ചു? അടിപൊളി. അപ്പോ എങ്ങനെയുണ്ട്? വിച്ചു ആണ് ഇന്നത്തെ ടേസ്റ്റ്. വ്ളോഗിന് വേണ്ടി ടേസ്റ്റ് പറയും. കൊള്ളാം. ഇനി നീ കഴിക്ക. ഞാൻ കേക്കിൽ കൊടുക്കാം. ഇനി കഴിക്കൂ. അല്ലേ? ഇല്ല, വന്നില്ല. വലിയ എന്തിന് എന്റെ ബുദ്ധിയുടെ ചെറിയ ബുദ്ധി കിട്ടിയാലും കുഴപ്പമില്ല, സ്വഭാവം കിട്ടാൻ. Why you want this book? Wait. Huh? Another work. Why you want this book? When I need this, I'm gonna I clean this. When I read this now in the home, You become rich. When I be grown up, I can get rich. Oh. നീ പ്രിൻസസ് അല്ലേ? എന്തെങ്കിലും
അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സ്റ്റേക്കേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ സ്റ്റേക്കേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തെത്തി. അപ്പോൾ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഫോട്ടോസിൽ നിന്നും കണ്ട ഒരു രീതിയിലായിരുന്നില്ല ആ ഒരു സ്ഥലം, ആ ഒരു വീടാണെങ്കിലും ഒക്കെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും പിള്ളേരെയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്ന അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ മാറ്റി നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറി. പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. Is this an ocean? No, this is a lake. No, my hurting someone. If you hurt someone, okay? I'll tell Mama. Let me do that. ഡ്രഡ്ജിങ് കുഴിക്കുന്ന സ്ഥലം. Can I try? എന്ത് ഡക്കിനെയോ കൊണ്ടുപോക്കോ. Where are you? Where is he? It's going there. The birds. പറഞ്ഞോ. എടി എന്താടി ഇത്? അയ്യോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഏകദേശം ഇപ്പോൾ രാത്രിയൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു. ശരിക്കും അന്നത്തെ രാത്രി അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് അത്ര കൺവീനിയൻ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാം എന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഫോറിൻ മാളിലൊന്ന് കയറി. അവിടെ കയറി കുറച്ച് നേരം ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു പോയത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്ത ഹോട്ടലിലെത്തി. നമ്മൾ നൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി. അങ്ങനെ ഇതുപോലത്തെ ഒരു 2 റൂമാണ് നമ്മൾ എല്ലാവർക്കും കൂടെ ബുക്ക് ചെയ്തത്.
ஷர்மி எதுக்கு நம்ம அந்த ഫ്ലാറ്റ് മാറിയത് മുന്നാടി ഫ്ലാറ്റ് അത് ഫ്ലാറ്റ് അല്ലല്ലോ റിസോർട്ട് പോലെയാ പക്ഷെ Airbnb നമ്മൾക്ക് സെറ്റ് ആയിട്ടില്ല പിള്ളേർക്ക് അത്ര കൺവീനിയന്റ് ആയിട്ടില്ല കംഫർട്ടബിൾ ആയിട്ടില്ല അതുകൊണ്ട് നമ്മള് ഇവിടെ മാറി പിള്ളേര് ഇപ്പൊ ഹാപ്പി പിന്നെ നെക്സ്റ്റ് ഡേ സിത്താരയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നന്നും സിത്താരയും നമ്മൾ 20-25 ഡേയ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പം നമ്മൾ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തു. നമ്മൾ നെക്സ്റ്റ് റൂമിൽ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവരുടെ അടുത്ത് നമ്മൾ നെക്സ്റ്റ് റൂമിൽ ഫുഡ് വന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവരെ വിളിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് റൂമിൽ കൊണ്ടുപോവാണ്. Happy birthday, Sitara. Happy birthday, Sitara. Light it. Happy birthday to you. Happy birthday to you. Happy birthday to you. കുട്ടി തന്നെ എവിടെ പോയി? കെച്ചു അവിടെ നിക്ക് ബാക്കില്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, കേക്കൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ KFC ഒക്കെ ഓർഡർ ചെയ്തു, നമ്മളത് കഴിച്ചു. കുറേ നേരം നമ്മളിരുന്ന് സംസാരിച്ചു, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. പിന്നെ അത് അന്ന് രാത്രിയിൽ വേറെ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഗുഡ് മോർണിംഗ്. दादा कॉफी दादा प्लीज दादा order chai dada. दादा पाव എനിക്ക് ദോശ മതി. ദോശ നല്ല ദോശ. ദോശയമ്മ ദോശ മസാല ദോശ വരുമ്പോ തണുക്കൂടി. മസാല ദോശ വേണ്ട. അങ്ങനെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പാക്കൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. എങ്ങോട്ടാ പോയത്? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ കൊച്ചിയിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് വന്നു. അവിടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈവനിങ് വിച്ചു ശർമ്മയും തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുമായിരുന്നു.
Yeshu, stay in between Kechu and Nona. Go. And the babies. അങ്ങനെ അവരെല്ലാം തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ പിള്ളേരെ എല്ലാം കൂടെ ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കാരണം നമ്മൾ 3 ഫാമിലിയും കൂടെ ഒരുമിച്ച് കൂടുന്നത് വളരെ റെയറാണ്. അങ്ങനെ എപ്പോഴൊന്നും നമുക്കങ്ങനെ ഒരു അവസരം കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരെയും കൂടെ ഒരുമിച്ച് ഇരുത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും പോയി. പിന്നെ വിച്ചുവിനെയും ഷർമീനെയും നമ്മൾ ഇനിയും ദുബായിൽ വരുമ്പോൾ എന്തായാലും കാണും. പിന്നെ അഞ്ജുനെയും അപ്പുവിനെയും അവർ UK ആയതുകൊണ്ട് നമ്മളങ്ങനെ എപ്പോഴും അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ആ ഒരു വീക്ക് അവർ കൊച്ചിയിലുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ചെറിയ സ്റ്റേക്കേഷൻ വിശേഷങ്ങൾ. ഇത് നമ്മുടെ ചെറിയൊരു മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ.